63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന് ഔപചാരികമായി തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ ഒക്കെയും പങ്കെടുത്ത ഒരു സമ്പുഷ്ട വേദിയായിരുന്നു. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവരുടെ അതിജീവനത്തിന്റെ കഥയുമായി വേദിയിലെത്തിയിരുന്നു. ചടുല ചുവടുകളായിരുന്നു, പക്ഷെ അവരെല്ലാം അനുഭവിച്ചതിനെ ആവർത്തിച്ചു പറയുകയായിരുന്നു. വേദനിപ്പിക്കുന്ന കാഴ്ച, പക്ഷേ അവരുടെ അതിജീവനത്തിന്റെ കഥ മറ്റുള്ളവർക്കെല്ലാം ഒരു ഉത്തേജകം പകരുന്ന ഒന്നായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വേദികൾ അല്പസമയത്തിനകം ഉണരും. വേദി 1 പ്രധാന വേദിയായ ഭാരതപ്പുഴയിൽ MDയുടെ ഓർമ്മകൾ പുതുക്കുന്ന ഭാരതപ്പുഴയിൽ അവിടെ മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗം മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഏതായാലും കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ കാഴ്ചക്കാരായിട്ട് എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മത്സരാർത്ഥികളെക്കാളും കൂടുതൽ ആവേശം കാഴ്ചക്കാർക്കാണ്. മത്സരത്തിൽ പങ്കെടുക്കണമെന്നില്ല. കാഴ്ചക്കാർക്ക് മത്സരിക്കുന്നതിന്റെ ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും വളരെ ഫ്രീ ആയി, വളരെ സ്വാതന്ത്ര്യത്തോടെ നമുക്കൊപ്പം ചേരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ദേവിക സ്കൂൾ കാലം ഓർമ്മിക്കുന്നുണ്ടോ? പിന്നല്ലാണ്ട് ഞാൻ മിമിക്രിയിലായിരുന്നു എന്റെ ഇനി മിമിക്രി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ എന്നെ പുറത്താക്കാൻ ആവശ്യപ്പെടും. അതുകൊണ്ട് ഞാൻ ആ മിമിക്രിയിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ മിമിക്രിയിൽ വലിയൊരു പുലിയായിരുന്നു പണ്ട്. ഞാൻ CBSE-ലായിരുന്നത് കൊണ്ട് തന്നെ സഹോദയ കോമ്പറ്റീഷൻസിനാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. മനോജിലേക്ക് പോയിട്ട് മനോജ് ഇപ്പൊ ഏത് വേദിയിലാണുള്ളത്? ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോത്രകലകളെ വേദിയിൽ അല്പസമയത്തിനകം തന്നെ തിരശീല ഉയരും. ഇവിടെ തന്നെ ഇന്ന് മംഗലം കളിയോടുകൂടിയാണ് ഇന്ന് മത്സരങ്ങൾക്ക് തുടക്കമാവുക. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാർത്ഥികളെല്ലാം അങ്ങനെ ഒരുങ്ങി ഇവിടെ ഇരിക്കുകയാണ്. മംഗലം കളിക്കുള്ള ഒരു ടീം തന്നെയാണ് ഇവിടെ ഇപ്പോൾ എല്ലാം തയ്യാറായി അങ്ങനെ ഇരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരൊക്കെ ഈ വേദിയിലേക്ക് കയറും. നമുക്കറിയാം ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോത്രകലാരൂപങ്ങളെ കൂടെ ഈ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ ഇത്തവണ ആദ്യമായിട്ട് സ്കൂൾ കലോത്സവത്തിൽ ഇങ്ങനെ മംഗലം കളിയിൽ പങ്കെടുക്കാൻ പോവാണല്ലേ? എങ്ങനെയുണ്ട് ഒരു പ്രതീക്ഷയൊക്കെ? കുഴപ്പമില്ല, നമ്മ ജയിക്കും, ഉറപ്പുണ്ട്. കപ്പടിക്കും? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാ നിങ്ങൾ ഇതൊക്കെ പഠിച്ചത്? നമ്മ കുഞ്ഞുനാൾ തൊട്ടേ കണ്ടുവരുന്നൊരു കളിയാണിത്, പ്രചാരത്തിന്റെ കളി. കുഞ്ഞുനാൾ തൊട്ടേ സ്കൂളിലൊക്കെ പരിശീലിച്ചിട്ട് വന്നതാണ്, എന്തായാലും കപ്പടിക്കാൻ തയ്യാറായി വന്നതാണ്. എന്തായാലും നമുക്ക് ഈ വിദ്യാർത്ഥികളൊക്കെ കാണാൻ സാധിക്കും. ഈ മംഗലം കളി എന്ന് പറയുന്നത് ഈ കാസർഗോഡ്, കണ്ണൂർ മേഖലകളിലൊക്കെ തന്നെ കൂടുതലായും ഈ ഗോത്ര സമൂഹം, അതായത് അവരുടെ ആഘോഷങ്ങളിൽ ഈ കാതുകുത്ത് കല്യാണം മുതൽ തന്നെ കെട്ട് കല്യാണം വരെയൊക്കെ ആഘോഷങ്ങളിൽ അവർ അവതരിപ്പിക്കുന്ന കലാരൂപം കൂടിയാണ്. ഇത്തവണ അത് തന്നെയാണ് ഇന്ന് വേദിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ ഇവരൊക്കെ തന്നെ അങ്ങനെ ഒരുങ്ങി തയ്യാറായി വേദിയിൽ കയറുവാൻ വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അടുത്ത ടീമംഗങ്ങളൊക്കെ അങ്ങനെ ഒരുങ്ങി ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നതാണ്. അവിടെ നമുക്ക് പരിശീലകരെയും ഒക്കെ കാണാൻ സാധിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. എങ്ങനെയുണ്ട് ഈ മത്സരത്തിൽ? വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും. എങ്ങനെയാ? നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേദിയിലോട്ട് കയറിയാൽ മതിയോ? എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഇത്തവണ ആദ്യമായിട്ടാണ് മംഗലം കളി ഇവിടേക്ക് സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുന്നത്. നേരത്തെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പറയുകയാണ്, ആദ്യമായിട്ട് അവർ വേദിയിലേക്ക് കയറുകയാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അവരോടൊപ്പം തന്നെ പരിശീലകരും ഇവിടെയുണ്ട്. ഇത്തവണ ഈ ഒരു കലാരൂപം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി പല ടീമുകളും എത്തിയിട്ടുണ്ട്, പല ജില്ലകളിൽ നിന്നായി. അപ്പോൾ എത്ര ടീം അംഗങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്? എന്താണ് ഇത്തവണ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരുപക്ഷെ ഈ ഗോത്രകല സാധാ ഒരു നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കലാരൂപം. ഇത് അഞ്ച് കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ മംഗലം കളിയാണ് ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളെല്ലാം ബേക്കോട്ട് വന്നേക്ക് കാണട്ടെ, എല്ലാവരും കാണട്ടെ വാ. അപ്പോൾ 5 ടീമോളം എൻ്റെ ഈ സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ തന്നെ ഗോത്രകല നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്നുള്ളൊരു വലിയൊരു ഉദാഹരണമാണ്. ഇത് അവസാന ഘട്ടത്തിലാണ് ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഈ വർഷം വരുമെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ ഗവൺമെൻറ് ഈ ഒരു ഐറ്റം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഈ ഒരു ഐറ്റം പിന്നെ കലോത്സവത്തിൽ വന്ന് ഇത് സാധാ മക്കളാണ്, വലിയ ഡാൻസ് ഒന്നും പഠിച്ചിട്ട് ഭയങ്കര ഡാൻസുകാരൊന്നുമല്ല. പക്ഷേ ഇവർ ഈ 2 മാസം കൊണ്ട് ഇവരെ കഠിന അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. നടുവിന് നല്ല വേദന ഉണ്ടാവും, അതാണ് ഇവർ ഏറ്റവും വലിയ വിഷമം പറഞ്ഞത്. പക്ഷേ എന്തായാലും ഈ പരിപാടി ഇതിൽ ഉൾപ്പെടുത്തിയ, സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഇതിൻ്റെ പിന്നിൽ കുറച്ച് എല്ലാവർക്കും നമ്മുടെ സ്നേഹം അറിയിക്കുന്നത്. കാരണം ഇത് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം.
തീർച്ചയായും അത് തന്നെയാണ് ഈ കലാരൂപങ്ങളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളെയൊക്കെ അവിടെ നിന്നും ഇവർ പരിശീലിപ്പിച്ച് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇതാണ് തുടി. ഈ തുടി മാത്രം ഉപയോഗിച്ചാണ് ഈ ഒരു കലാരൂപം നടക്കുന്നത്. അതുമാത്രമാണ് ഇതിന് വേണ്ട മറ്റ് ഒരു വാദ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ മറ്റ് ചുവടുവയ്ക്കുന്നതും ഒക്കെ നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ കാണാൻ സാധിക്കും. എന്തായാലും അവരൊക്കെ തന്നെ തയ്യാറാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ വേദി ഉണരുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇനിയുള്ള ഒരു നിമിഷങ്ങൾ അത് തീർച്ചയായും ഈ സ്കൂൾ കലോത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം കബനിയിൽ വലിയൊരു ആവേശം തന്നെയായിരിക്കും. കാരണം എല്ലാ ജില്ലയിൽ നിന്നും 14 ടീം അംഗങ്ങളും ഈ ഒരു കലാരൂപവുമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ മറ്റ് കലാരൂപങ്ങൾ, അതായത് പണിയനൃത്തം പോലെയുള്ള മറ്റ് കലാരൂപങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ വേദിയിൽ തന്നെയായിരിക്കും നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും തുടരുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആ കുട്ടികൾ ആകാംക്ഷയോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം ഇനി വരുന്ന നിമിഷങ്ങളിൽ അവർക്ക് വേദിയിലേക്ക് കയറേണ്ടതാണ്. അതിനുള്ള വേഷമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ രീതിയിലുള്ള, അതായത് സാധാരണ ജനങ്ങൾ നമ്മുടെയൊക്കെ തന്നെ മുൻകാലത്ത് വലിയ രീതിയിൽ ആഘോഷിച്ച് പോന്നിരുന്ന ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് മേഖലകളിലൊക്കെ ഉള്ള ജനങ്ങളൊക്കെ അങ്ങനെ ആഘോഷിച്ച് പോന്നിരുന്ന ഒരു കലാരൂപം, ആഘോഷങ്ങളിൽ ആവേശമായിത്തീരുന്ന കലാരൂപമാണെന്ന് ഈ വേദിയിലേക്ക് കയറാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു? വേദി കയറുമ്പോൾ നല്ലൊരു ആവേശം കാണും. ആവേശമുണ്ട്. എല്ലാവർക്കും ആവേശമില്ലേ? എല്ലാവരും നല്ല ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും ഈ മത്സര ഇനങ്ങൾ ഓരോന്നായി ഇങ്ങനെ ഓരോ ദിവസം, ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുക ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മംഗലം കളിയാണ്. അതിനുശേഷമാകും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. ഈ ഒരുങ്ങി വേദിയിലേക്ക് ഇറങ്ങുന്ന ആദ്യ സംഘത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ അത് തന്നെയാണ്. ഈ ഒരു കബനി അങ്ങനെ ഒഴുകും. കാരണം ഈ ഒരു മംഗലം കളിയിൽ അങ്ങനെ ഒഴുകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും 14 ടീം അംഗങ്ങളും അങ്ങനെ ഒരേ ആവേശത്തിൽ തയ്യാറായി നിൽക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ, അതായത് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ഈ വേദിയിൽ ഈ മത്സര ഇനങ്ങളുടെ ആരംഭം തീരുമാനിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവരും അതിനുവേണ്ടി രാവിലെ തയ്യാറായി കഴിഞ്ഞു എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 12 അംഗ സംഘമാകും ഈ ഒരു മത്സര ഇനത്തിലുണ്ടാകുക. കാരണം മത്സരത്തെക്കാളും അവർ കൂടുതലും ഈ ഒരു കലാരൂപത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. മത്സരം അല്ലെങ്കിൽ പോലും, അതായത് മത്സര ബുദ്ധിയോടുകൂടെ അല്ലെങ്കിൽ പോലും ഈ ഒരു കലാരൂപം ഇന്ന് വേദിയിലേക്ക് കയറുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലേക്കും ഈ ഒരു കലാരൂപത്തെക്കുറിച്ച് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടുകൂടി കൂടുതൽ ഒരു പ്രചാരം കൂടെ ലഭിക്കുകയാണ്. അതിൻ്റെയൊക്കെ സന്തോഷം തന്നെ അവരുടെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പരിശീലകർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഇങ്ങനെ കൂടുതലായി ഒരു ജനപ്രിയമാകുമ്പോൾ അവർക്കും വലിയ സന്തോഷം തന്നെയാണ്. എന്തായാലും ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും വേദി ഇനി അല്പസമയത്തിനകം തന്നെ സജീവമാകും. പിന്നീട് അങ്ങോട്ട് ആ തുടിയുടെ മേളമൊക്കെ എങ്ങനെ കേട്ട് നമുക്കതിൽ മുഴുകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കബനിയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ കലാരൂപങ്ങളിലേക്ക് കൂടെ കടക്കാൻ സാധിക്കും. ശരിയാണ്. 5 പുതിയ ഇനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. ഗോത്രകലാ ഇനങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഇതൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരമൊക്കെ ഉറക്കെ പറയാൻ കുട്ടികളുടെ വേദി ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ആ വേദിയിൽ നിന്നായിരുന്നു മനോജ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക് ആവേശം. അത് ഇവിടെ ഇങ്ങനെ അണയാതെ ആളിക്കത്തുന്ന സൂര്യന് കീഴിലും ആവേശമാണ് കുടയെന്നോർത്ത് എല്ലാവരും അതിലങ്ങ് അഭിരമിക്കുകയാണ്. നമുക്ക് ഇതൊരു സ്കൂൾ കലോത്സവം മാത്രമല്ല, ഇത് സംസ്കൃത കലോത്സവമുണ്ട്, ഇക്കൂട്ടത്തിൽ ഉറുദു കലോത്സവമുണ്ട്. അപ്പോൾ നമുക്ക് സംസ്കൃത അധ്യാപകർ ഒപ്പം ചേരുന്നുണ്ട്. അതായത് എഴുത്തുകാരനും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയ സിദ്ധാർത്ഥ് സംസ്കൃത അധ്യാപകനാണ്. പറയൂ കലോത്സവ വിശേഷങ്ങൾ. കലോത്സവ വിശേഷങ്ങൾ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കുടാളി ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങൾ 7 ഐറ്റമാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. അതിൽ 3 ഐറ്റം ഇന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലായിട്ട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ പങ്കെടുക്കുന്ന കുട്ടികളുള്ള ആത്മവിശ്വാസം, അവർ ഇതിനെ ഒരു ഉത്സവമായാണോ ഇതൊരു മത്സരമായാണോ കാണുന്നത്? തീർച്ചയായിട്ടും ഉത്സവമായിട്ട് തന്നെ കാണുന്നത്. അങ്ങനെ മത്സരത്തിന്റെ യാതൊരു അങ്ങനെയൊരു പ്രവണത കുട്ടികൾക്കില്ല. പങ്കെടുക്കണം, നന്നായി പെർഫോം ചെയ്യണം, ആ ഒരു ചിന്ത മാത്രമേ കുട്ടികൾക്കിടയിലുള്ളൂ. കലോത്സവം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ആഘോഷം തന്നെയാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രതീതിയുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത് തിരുവനന്തപുരത്ത്. അതിൻ്റെ നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന്.
ശരി, വളരെ സന്തോഷം ഒപ്പം ചേർന്നതിന്. ഏതായാലും ഇത് തന്നെയാണ് എല്ലാവർക്കും ഇതൊരു മത്സരം എന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ജനം ടി വി ആണ് സംസ്കൃതം എന്ന നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന ഒരു സംസ്കൃതോത്സവത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. നമ്മുടെ സംസ്കൃതം സ്പെഷ്യലിസ്റ്റ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് നമ്മോടൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും സംസ്കൃത അധ്യാപകർ മാത്രമല്ല, അവർ കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ്. നമുക്കറിയാം ഈ സംസ്കൃതം എന്ന നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇനി നമുക്കറിയാം വളരെ അധികം വെയിലാണ് ഇവിടെ. പക്ഷേ ഈ ഒന്നുമല്ല, ഈ ചൂടൊന്നും ഒന്നുമല്ല എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം കൊച്ചു കൂട്ടുകാരാണ് ഇവിടെ ഉള്ളത്. മത്സരാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരുണ്ട്, ഇത് കാണാനെത്തുന്ന കാഴ്ചക്കാരുണ്ട്. ഇപ്പൊ രണ്ട് ചൂടാണ്, അത് ഇത്രയും ചൂട്, ഒന്ന് ആവേശ ചൂട്, ഒന്ന് അന്തരീക്ഷത്തിലെ ചൂട്, രണ്ടും കൂടി ചേരുമ്പോ സ്വാഭാവികമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അല്ലേ, ഞാൻ മനസ്സിലാക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ ഏറ്റവും കൂടുതൽ 2015 ഭൂമിയിലേക്ക് കേരളത്തിലെ ഭാഗങ്ങളിൽ വരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ ചൂട് കൂടും. ഏതായാലും ആവേശ ചൂട്, അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ മറന്നു പോവുകയാണ്. കുട്ടികൾ വളരെ ആവേശത്തിലാണ്. കാണാനെത്തുന്നവർ, അവതരിപ്പിക്കാൻ വേദികളിൽ കയറുന്നവർ ഒക്കെയും ഇതൊരു ഉത്സവമായിട്ട് തന്നെ കാണുന്നു എന്നതാണ്. അല്പസമയത്തിനുള്ളിൽ ആ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. കുട്ടികളുടെ മത്സര ഇനങ്ങൾ. പക്ഷെ കലോത്സവ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും ഞങ്ങൾ ചേരും.